Hi students, plus 1 accounting accounting equation prove ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഒരു എട്ടോളം ട്രാൻസാക്ഷൻസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും അതെങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ആയിട്ടുള്ള അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ അത് പ്രൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഇത് എന്ത് ചെയ്യാം, സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി ചെയ്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ബാലൻസ് ഷീറ്റ് വരച്ചിട്ടായിരുന്നു ചെയ്തതെങ്കിൽ നമ്മൾ ഇന്നത് വേറൊരു ഫോമിലേക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ളതായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് എന്ത് ചെയ്യാം, എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ആ ക്വസ്റ്റ്യൻ ഞാൻ ഓരോന്നായിട്ട് വായിക്കാം. ആ വായിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതിയെടുക്കാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ആദ്യം, give accounting equation after each of the following transactions. അപ്പോൾ എഴുതി തുടങ്ങിക്കോളൂ. give accounting equation after each of the following transactions. അതിനർത്ഥം ഈ ഓരോ ട്രാൻസാക്ഷനും അത് ഉപയോഗിച്ചുകൊണ്ടിട്ട് എന്ത് നിങ്ങൾ ചെയ്യണം, അക്കൗണ്ടിങ് ഇക്വേഷൻസ് ചെയ്യണം എന്നാണ് ആ ക്വസ്റ്റ്യൻ പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ, commenced business with cash ₹5 lakh. ഒന്നുകൂടി പറയുന്നു, commenced business with cash ₹5 lakh. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞാൻ പറയുന്ന ഓരോ ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയെടുക്കാനുള്ള അത്രയും സമയം ഞാൻ വീഡിയോ എന്ത് ചെയ്യുന്നില്ല, നീട്ടിക്കൊണ്ട് പോകുന്നില്ല. അപ്പോൾ ഞാൻ അടുത്തത് വേഗം വായിക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കൂ. ഒന്നാമത്തെ, commenced business with cash ₹5 lakh. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ, purchased goods for cash ₹1,25,000. purchased goods for cash ₹1,25,000. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ, purchased goods on credit ₹1,50,000. purchased goods on credit ₹1,50,000. നാലാമത്തെ ട്രാൻസാക്ഷൻ, bought furniture ₹80,000. അടുത്തത്, paid rent ₹6,000. paid rent ₹6,000. അടുത്തത്, received commission ₹10,000. received commission ₹10,000. അടുത്തത്, cash paid to creditors. cash paid to creditors ₹1 lakh. cash paid to creditors ₹1 lakh. അടുത്തത്, sold goods costing ₹70,000. costing ₹70,000 for cash ₹85,000. for cash ₹85,000. അപ്പോൾ ഞാൻ ട്രാൻസാക്ഷൻസ് മുഴുവൻ വായിച്ചു കഴിഞ്ഞു. ഇനി ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് വായിക്കാം. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. give accounting equation after each of the following transactions. താഴെ പറയുന്ന ട്രാൻസാക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. ഫസ്റ്റ് വൺ, commenced business with cash ₹5 lakh. 5 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങി. രണ്ട്, purchased goods for cash ₹1,25,000. പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങി 1,25,000. അടുത്തത്, purchased goods on credit ₹1,50,000. സാധനങ്ങൾ കടത്തിന് വാങ്ങി 1,50,000 രൂപയ്ക്ക്. bought furniture ₹80,000 രൂപ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. paid rent ₹6,000. വാടക കൊടുത്തു 6,000 രൂപ. received commission ₹10,000. കമ്മീഷൻ കിട്ടി 10,000 രൂപ. cash paid to creditors
കൊടുക്കാനുള്ളവർക്ക് പണം കൊടുത്തു. എത്ര? റുപ്പീസ് 1 lakh. ആർക്കോ പണം കൊടുക്കാനുണ്ടായിരുന്നു, അതിലേക്ക് 1 ലക്ഷം രൂപ കൊടുത്തു. അടുത്തത് സോൾഡ് ഗൂഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ് 70,000 ഫോർ ക്യാഷ് റുപ്പീസ് 85,000. 70,000 രൂപയ്ക്ക് വാങ്ങിയ സാധനം 85,000 രൂപയ്ക്ക് വിറ്റു എന്നാണ് അവസാനത്തെ ട്രാൻസാക്ഷൻ പറയുന്നത്. അപ്പൊ ഈ ഇത്രയും ട്രാൻസാക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. ആ പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കണം. ആ സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് അതിൽ ഓരോ ട്രാൻസാക്ഷൻ ഉൾക്കൊള്ളിച്ച് നമ്മുടെ അക്കൗണ്ടിങ് ഇക്വേഷൻ ആയിട്ടുള്ള അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ആ അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്ത് കാണിക്കാം. ശരി, അതെങ്ങനെയാണെന്നുള്ളത് നമുക്കിനി ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ബോർഡിൽ വരച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് ശ്രദ്ധിക്കൂ. എങ്ങനെയാണെന്നുള്ളത് ഞാൻ വലുതാക്കി 2 കോളങ്ങൾ വരച്ചിട്ടുണ്ട്. അതിന്റെ നടുവിൽ ഞാനൊരു ഡോട്ട് മാർക്ക് ഇട്ടിട്ട് ഈ ഇത്ര ഏരിയ അസറ്റിന്, ഇത്ര ഏരിയ ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, ഈ കോളം ട്രാൻസാക്ഷനുകൾ എഴുതാനാണ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷൻ എഴുതിയിട്ട് അതെങ്ങനെ അസറ്റിനെ ബാധിക്കുന്നു, അതിന് ഈക്വലന്റ് ആയിട്ട് എങ്ങനെ ലയബിലിറ്റിയെ ബാധിക്കുന്നു, അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വേണം? ഈക്വൽ ആകുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. എന്തായിരുന്നു നമ്മുടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നത്? ആ ക്വസ്റ്റ്യൻ നോക്കൂ. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 5 lakh. ഞാനത് ഫുൾ എഴുതുന്നില്ല. കമൻസ്ഡ് ബിസിനസ് റുപ്പീസ് 5 lakh എന്ന് ഞാനിവിടെ ഷോർട്ട് ആക്കിയിട്ട് എഴുതി വയ്ക്കുന്നു. നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് കുറച്ച് കോളം വലുതാക്കി നിങ്ങൾക്ക് അത് ഫുൾ ആക്കിയിട്ട് വേണമെങ്കിൽ എഴുതാം. നിങ്ങൾക്ക് 2 വരിയായിട്ട് എഴുതാം. അപ്പൊ 2 വരിയായിട്ട് എഴുതി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ആ മുഴുവൻ ട്രാൻസാക്ഷൻ ഇവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ഷോർട്ട് ആക്കിയത്. കമൻസ്ഡ് ബിസിനസ് വിത്ത് റുപ്പീസ് 5 lakh. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി ഓർമ്മിക്കുക. ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. ഏതൊരു ട്രാൻസാക്ഷൻ എന്തായിരിക്കും? 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. 1 ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് 1 ഓപ്പോസിറ്റ് ക്രെഡിറ്റ് ആസ്പെക്ട്, അല്ലെങ്കിൽ 1 റിസീവിംഗ് ആസ്പെക്ട് ആൻഡ് 1 ഗിവിംഗ് ആസ്പെക്ട്. അപ്പൊ ഏതൊരു ട്രാൻസാക്ഷൻ എടുക്കുമ്പോഴും ബിസിനസ്സിലേക്ക് എന്തെങ്കിലും തരത്തിൽ അത് അസറ്റിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കും. അതിന് ഈക്വലന്റ് ആയിട്ട് മറ്റൊരു അസറ്റിനെയോ അല്ലെങ്കിൽ മറ്റൊരു ലയബിലിറ്റിയോ അതിന്റെ ഓപ്പോസിറ്റ് ആസ്പെക്ട് ബാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ പറയുന്നു, ഇനിയിപ്പോ എന്താണ് ബിസിനസ്സിലേക്ക് സംഭവിച്ചത്? 5 ലക്ഷം രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങി കഴിയുമ്പോൾ ബിസിനസ്സിലേക്ക് എന്ത് വന്നു, അതിന് ഈക്വലന്റ് ആയിട്ട് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. അപ്പോ ആദ്യം അസറ്റിന്റെ ഏരിയ ഒന്നെടുത്ത് നോക്കാം. ബിസിനസ്സിലേക്ക് ഈ ട്രാൻസാക്ഷൻ അസറ്റിനെ ഏത് രൂപത്തിലാണ് ബാധിച്ചത്? നോക്കൂ, ഞാൻ പറഞ്ഞു ബിസിനസ് തുടങ്ങുന്നത് വരെ ബിസിനസ് 0 ആണ്. ആ ബിസിനസ്സിലേക്ക് പണം കൊണ്ടുവരുന്നതോട് കൂടിയാണ് ബിസിനസ് എന്നുള്ള ആ ബിസിനസ്സിന് എന്തെങ്കിലും ഉണ്ടാകുന്നത്. അപ്പോൾ ബിസിനസ്സിലേക്ക് 5 ലക്ഷം രൂപ കൊണ്ടുവരുന്നതോടുകൂടി ബിസിനസ്സിൽ എന്തുണ്ടാകുന്നു? 5 ലക്ഷം രൂപ ക്യാഷ് ഉണ്ടാകുന്നു. ആ ക്യാഷ് ബിസിനസ്സിൽ എന്താണ്? അസറ്റാണ്. അപ്പോ ഈ ട്രാൻസാക്ഷൻ പ്രകാരം ബിസിനസ്സിൽ എന്ത് വന്നു? ഞാൻ അസറ്റ് സൈഡിൽ എന്താണ് വന്നത് എന്ന് എഴുതുന്നു. ക്യാഷ് ആണ് വന്നത്. എത്ര രൂപയാണ് വന്നത്? 5 ലക്ഷം രൂപ ക്യാഷ് വന്നു. അപ്പോ ഒരു ആസ്പെക്ട് ആയി ബിസിനസ് 5 ലക്ഷം രൂപ കൊണ്ട് തുടങ്ങിയതോടുകൂടി 5 ലക്ഷം രൂപ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് വേറെയാണ്, ബിസിനസ്മാൻ വേറെയാണ്. അപ്പൊ ബിസിനസ്മാൻ കൊണ്ടുവന്ന 5 ലക്ഷം രൂപ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? ബിസിനസ്മാൻ എന്ന് പറയുന്ന ആ ഔട്ട്സൈഡ് പേഴ്സന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതായിട്ടാണ് കണക്കാക്കുക. അപ്പൊ ആ തുക ആർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ്? ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഉടമസ്ഥൻ കൊണ്ടുവരുന്ന പണത്തിന് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുക? ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുക. അപ്പൊ ക്യാപിറ്റൽ എന്നുള്ള ഒരു ബാധ്യത അവിടെ ബിസിനസ്സിനുണ്ടാകുന്നു. ക്യാഷ് എന്നുള്ള ഒരു അസറ്റ് അവിടെ കിട്ടി, പക്ഷെ ആ ക്യാഷ് എന്തായിട്ട് വന്നതാണ്? ക്യാപിറ്റൽ എന്നുള്ള രൂപത്തിലാണ് വന്നത്. ആ ക്യാപിറ്റൽ ആരാർക്ക് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതാണ്? ബിസിനസ്മാന് തന്നെ തിരിച്ചു കൊടുക്കേണ്ടതായതുകൊണ്ട് എത്ര രൂപയുടെ അസറ്റാണോ വന്നത് അതിന് ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ബാധ്യത അവിടെ ഉണ്ടാകുന്നു. അവിടെ ക്യാഷ് എന്നുള്ള ഒരു അസറ്റ് ഉണ്ടാകുന്നു. കറസ്പോണ്ടിങ് അവിടെ എന്തൊരു ബാധ്യത ഉണ്ടായി? ക്യാപിറ്റൽ എന്ന ഒരു ബാധ്യത. എത്ര ലക്ഷം രൂപ? 5 ലക്ഷം രൂപയുടെ ഒരു ക്യാപിറ്റൽ, ഒരു ബാധ്യത അവിടെ ഉണ്ടാവുകയാണ്. അപ്പൊ നോക്കൂ, ഈ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ
ടോട്ടൽ അസറ്റ് 5 ലക്ഷം, ടോട്ടൽ ക്യാപിറ്റൽ 5 ലക്ഷം എന്ന് വെച്ചാൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ 5 ലക്ഷം. അസറ്റ് ലയബിലിറ്റി ഈക്വൽ അല്ലേ? അപ്പൊ ഇതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. ഇനി നമുക്ക് ഈ ഓരോ ട്രാൻസാക്ഷനും ഇതിന്റെ താഴേക്ക് വരുമ്പോൾ അതെങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. അപ്പൊ ഈ ട്രാൻസാക്ഷൻ മനസ്സിലായല്ലോ. കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ് 5 ലക്ഷം രൂപ ബിസിനസിന് കിട്ടിയത് ബിസിനസിന്റെ അസറ്റ്. ആ പണം ആൾക്കാരെ തിരിച്ചു കൊടുക്കേണ്ടതാണ്, ഉടമസ്ഥനെ തന്നെ തിരിച്ചു കൊടുക്കേണ്ടതായതുകൊണ്ട് ആ തുക എന്ത് പേരിൽ ലയബിലിറ്റി ആയിട്ട് അവിടെ കിടക്കുന്നു? ക്യാപിറ്റൽ എന്നുള്ള ഒരു ലയബിലിറ്റി ആയിട്ട് അവിടെ കിടക്കുന്നു. ഇനി നെക്സ്റ്റ് ട്രാൻസാക്ഷൻ എന്തായിരുന്നു? അടുത്ത ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പർച്ചേസ് ഗൂഡ്സ് ഫോർ ക്യാഷ്. നമുക്ക് എഴുതി നോക്കാം. 2 പർച്ചേസ് ഗൂഡ്സ് ഫോർ ക്യാഷ്. എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 1,25,000. അപ്പൊ ഞാൻ ഇവിടെ സംഖ്യ എഴുതുന്നില്ല, ഞാൻ നേരിട്ട് ഇവിടെ എഴുതാം. നിങ്ങൾ ഇവിടെ വേണമെങ്കിൽ എഴുതി വെക്കാം 1,25,000. ഞാനിവിടെ സ്പേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സംഖ്യ എഴുതാതിരിക്കുന്നത്. അപ്പോൾ പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് 1,25,000. എങ്കിൽ ഈ ട്രാൻസാക്ഷൻ നമ്മുടെ ബിസിനസ്സിലെ അതിന്റെ 2 ആസ്പെക്റ്റുകൾ, അതിന്റെ ബിസിനസിന്റെ അസറ്റിനെ അല്ലെങ്കിൽ ലയബിലിറ്റിയെ ഏത് രൂപത്തിൽ ബാധിച്ചു എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ്, പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങി, ശരിയല്ലേ? അപ്പോ ഇങ്ങോട്ട് കിട്ടിയ റിസീവിങ് ആസ്പെക്ട് എന്താണ്, ഗിവിങ് ആസ്പെക്ട് എന്താണ്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതില് നമ്മൾ പൈസ കൊടുത്തു. നമ്മുടെ കയ്യിൽ എത്ര ലക്ഷം രൂപ ഉണ്ടായിരുന്നു? 5 ലക്ഷം രൂപ ക്യാഷ് ബിസിനസ് ഉണ്ടായിരുന്നു, ഉടമസ്ഥൻ കൊണ്ടുവന്നത്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? 1,25,000 രൂപ കൊടുത്തു. 1,25,000 രൂപ എന്ത് ചെയ്യാണ്? കൊടുക്കണം. എങ്കിൽ ആ 1,25,000 രൂപ ഇനി അതിൽ നിന്ന് കുറച്ചുകൂടെ, അത്ര രൂപ നമ്മുടെ കയ്യിലില്ലല്ലോ. 5 ലക്ഷത്തിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? 1,25,000 രൂപ കുറച്ചേ പറ്റൂ. കാരണം അത് നമ്മൾ എണ്ണി കൊടുത്തു. അതേസമയം നമുക്ക് എന്ത് കിട്ടാണ്? പുതിയൊരു അസറ്റ് അവിടെ വന്നു. ഏതാണ് പുതിയ അസറ്റ്? നമുക്ക് റിസീവിങ് ആസ്പെക്ട് എന്താണ്? നമുക്ക് സ്റ്റോക്ക് കിട്ടി. നമുക്ക് കിട്ടിയ അസറ്റിന്റെ പേര് എന്താണ്? സ്റ്റോക്ക്. അപ്പൊ ഈ ട്രാൻസാക്ഷന്റെ 2 ആസ്പെക്റ്റും എന്തിനെയാണ് ബാധിച്ചിരിക്കുന്നത്? അസറ്റിനെയാണ്. ഒരു അസറ്റിനെ കുറച്ചപ്പോൾ കറസ്പോണ്ടിങ് ആസ്പെക്ട് മറ്റൊരു അസറ്റിനെ എന്ത് ചെയ്യാണ് ചെയ്തിരിക്കുന്നത്? കൂട്ടുകയാണ് ചെയ്തത്. ഇത് എന്തിനെ ബാധിക്കുന്നില്ല? ലയബിലിറ്റിയെ ബാധിക്കുന്നില്ല. പക്ഷെ എന്ത് തന്നെയാണ്? ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? ടോട്ടൽ ലയബിലിറ്റി തന്നെയാണ്. കാരണം ഒരു അസറ്റ് കുറയുകയും അതിന് ഈക്വലന്റ് ആയിട്ട് അവിടെ ഏത് അസറ്റ് വന്നു? സ്റ്റോക്ക് എന്നുള്ള അസറ്റ് 1,25,000 രൂപയ്ക്ക് അവിടെ വന്നു, ശരിയല്ലേ? എങ്കിൽ ഈ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ ഒന്നുകൂടി പറയുന്നു, ക്യാഷ് കൊടുത്ത് സാധനങ്ങൾ വാങ്ങി. 5 ലക്ഷം രൂപയിൽ നിന്ന് 1,25,000 കുറച്ചു. ആ 1,25,000 രൂപയുടെ എന്ത് കിട്ടി? സ്റ്റോക്ക് കിട്ടി. എങ്കിൽ ഈ ട്രാൻസാക്ഷൻ കഴിയുന്നതോടുകൂടി നമ്മുടെ അസറ്റിനും ലയബിലിറ്റിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ ആ 2 ട്രാൻസാക്ഷന്റെ ഇടയിൽ ഒരു വര വരയ്ക്കുക. എന്നിട്ട് നമുക്ക് ടോട്ടൽ അസറ്റും ലയബിലിറ്റിയും എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാഷ് 5 ലക്ഷം രൂപയുണ്ടായിരുന്നു. അതിൽ നിന്ന് എത്ര രൂപ കൊടുത്തു? 1,25,000 രൂപ കൊടുത്താൽ ബാക്കി എത്ര ഉണ്ടായിരിക്കുക? 3,75,000 രൂപയെ ഇനി നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുള്ളൂ. പ്ലസ് നമുക്ക് പുതിയ അസറ്റ് വന്നു. എന്താണ് പുതിയ അസറ്റ് എന്ന് പറയുന്നത്? സ്റ്റോക്ക്. എത്ര ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വന്നു? 1,25,000 രൂപയുടെ പുതിയ സ്റ്റോക്ക് വന്നു. അപ്പോൾ 3,25,000 പ്ലസ് 1,25,000 സമയം എത്രയായി? 5 ലക്ഷം. സമം നമ്മുടെ ബാധ്യത എത്രയാണ് കിടക്കുന്നത്? ക്യാപിറ്റൽ 5 ലക്ഷം തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ നോക്കൂ, ആ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോഴും ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയായി മാറി? ടോട്ടൽ ലയബിലിറ്റി ആയിട്ട് മാറി. വ്യക്തമാണല്ലോ. 2 ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്തു. ഒന്ന് കമൻസ് ബിസിനസ് വിത്ത് ക്യാഷ്, അതിന്റെ 2 ആസ്പെക്ട് എഴുതി. പിന്നെ പർച്ചേസ് ഗൂഡ്സ് ഫോർ ക്യാഷ് അതും എഴുതി. അത് എഴുതി കഴിയുമ്പോൾ നമ്മുടെ ടോട്ടൽ അസറ്റ് തന്നെയാണ് ടോട്ടൽ ലയബിലിറ്റിക്ക് തുല്യമാണ്. ഇനി ഇതേപോലെ നമുക്ക് ഓരോരോ ട്രാൻസാക്ഷൻസ് എഴുതി വരാം. ഇനി അടുത്ത ട്രാൻസാക്ഷൻ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അടുത്ത ട്രാൻസാക്ഷൻ പറഞ്ഞത് പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ്. ഒന്ന് എഴുതി നോക്കാം. ഈ ഇതിന്റെ താഴേക്ക് വരുന്നത്. അപ്പോൾ നമ്പർ 3 പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ്.
എനിക്ക് ഇവിടെ നീട്ടിയിട്ടാണ് എഴുതുന്നത്, പക്ഷെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം അവിടെ ചുരുക്കി എഴുതിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിച്ചത്? പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് ₹1,50,000. ആദ്യം ട്രാൻസാക്ഷൻ്റെ അർത്ഥം മനസ്സിലാക്കാം. എന്താണ് പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാല്? സാധനങ്ങൾ കടത്തിന് വാങ്ങി. സാധനങ്ങൾ കടത്തിന് വാങ്ങി. എത്ര രൂപയ്ക്ക്? 1,50,000. എന്താണ് റിസീവിംഗ് ആസ്പെക്ട്, എന്താണ് ഗിവിംഗ് ആസ്പെക്ട് എന്ന് നോക്കാം. നമ്മൾ സാധനങ്ങൾ വാങ്ങിയില്ലേ? അതെങ്ങനെ വാങ്ങിയിരിക്കണേ? കടത്തിനാണ് വാങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? ക്യാഷ് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ട്രാൻസാക്ഷൻ ഒരിക്കലും നമ്മുടെ ക്യാഷിനെ ബാധിക്കുന്നില്ല. ഉണ്ടോ? ക്യാഷിനെ ബാധിക്കുന്നില്ല. കാരണം ക്യാഷ് കൂടുകയും ചെയ്യുന്നില്ല, കുറയുകയും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ തൽക്കാലം ഈ ക്യാഷിനെ ബാധിക്കാത്തതുകൊണ്ട് അതിനടിയിൽ ഒരു വര വരച്ചിട്ടുണ്ട്. എനിക്ക് ഈ ട്രാൻസാക്ഷന്റെ ഒരു ആസ്പെക്ട്, ആകെ 2 ആസ്പെക്ട് ആണ്. ഒരു ആസ്പെക്ട് എന്ത് ചെയ്തിട്ടില്ല? ക്യാഷിനെ ബാധിച്ചിട്ടില്ല. ഇനി സാധനങ്ങൾ വാങ്ങി, അപ്പൊ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ലേ? എങ്കിൽ സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? സ്റ്റോക്കാണ്. സ്റ്റോക്ക് ബിസിനസ്സിലേക്ക് വന്നില്ലേ? ഇപ്പൊ നിലവിൽ എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്? 1,25,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. ഈ ട്രാൻസാക്ഷൻ കഴിയുന്നതോടുകൂടി എത്ര രൂപയുടെ കൂടി സ്റ്റോക്ക് കൊണ്ടുവരാണ്? 1,50,000 രൂപയുടെ പുതിയ സ്റ്റോക്ക് നമുക്ക് കിട്ടി. പ്ലസ് 1,50,000. അപ്പൊ സ്റ്റോക്ക് കൂടി, ഒരു ആസ്പെക്ട് സ്റ്റോക്ക് കൂടി എന്ന് വെച്ചാൽ അസറ്റ് കൂടി. ഇപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയത്? പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് ₹1,50,000. 1,50,000 രൂപയുടെ സ്റ്റോക്ക്, സാധനങ്ങൾ നമ്മൾ കടത്തിന് വാങ്ങി. അതിന്റെ ഒരു ആസ്പെക്ട് എന്തായിരുന്നു പറഞ്ഞത്? സ്റ്റോക്കിൽ 1,50,000 രൂപ വർദ്ധിച്ചു. എങ്കിൽ ഒരു അസറ്റ് വർദ്ധിച്ചാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലയബിലിറ്റി വർദ്ധിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു അസറ്റ് കുറയുകയോ ചെയ്യണം, വേണ്ടേ? എങ്കിൽ ഇവിടെ എന്താ സംഭവിച്ചത് നോക്കാം. നമ്മൾ കാശിനാണോ വാങ്ങിയത്, കടത്തിനാണോ വാങ്ങിയത്? നമ്മൾ കടത്തിനാണ് വാങ്ങിയത്. കടത്തിന് വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് എന്ത് കൊടുക്കണം? പിന്നീട് ഒരിക്കൽ പണം കൊടുക്കേണ്ടി വരും. എങ്കിൽ നമ്മൾ പണം കൊടുക്കാനുള്ള വ്യക്തികൾ നമ്മുടെ ആരാണ്? ലയബിലിറ്റിയാണ്. നമ്മൾ അവരെ എന്ത് പേരിലാണ് അറിയപ്പെടുക? ക്രെഡിറ്റേഴ്സ് എന്നുള്ള ഒരു പുതിയ ലയബിലിറ്റി ഉണ്ടാകുന്നു. നമുക്കൊരു കടക്കാരൻ ഉണ്ടാകുന്നു. നമ്മളൊരു വ്യക്തിക്ക് പണം കടം കൊടുക്കാനുണ്ടാകുന്നു. അപ്പൊ എത്ര രൂപ കൊടുക്കാനുണ്ടായിരിക്കും? 1,50,000 രൂപ ഈ ട്രാൻസാക്ഷന്റെ ബേസിൽ ആ വ്യക്തിക്ക് നമുക്ക് പിന്നീട് ഒരിക്കൽ കൊടുക്കേണ്ടി വരും. അത് കൊടുക്കുന്നത് വരെ അയാൾ നമ്മുടെ ആരാണ്? ബാധ്യതയാണ്. അപ്പൊ നമുക്ക് പുതിയൊരു ബാധ്യത ഉണ്ടാകുന്നു. അസറ്റ് 1,50,000 കൂടി. അപ്പൊ അതിന് ഈക്വലന്റ് ആയിട്ട് എന്ത് കൂടി കൂടാണ്? പുതിയൊരു ലയബിലിറ്റി ഉണ്ടാകുന്നു. എന്താണ് ലയബിലിറ്റിയുടെ പേര്? ക്രെഡിറ്റേഴ്സ്. എത്ര രൂപ? നമ്മളുടെ ക്രെഡിറ്റേഴ്സിന്റെ താഴെ ഇതിന് നേരെ എഴുതിയിടണം. ഇതിന്റെ ഒപ്പം ആവരുത്, ഇതിന്റെ താഴെ എഴുതണം. പ്ലസ് എത്ര കൂടാണ്? 1,50,000 രൂപ. ആദ്യം ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ രണ്ടാമത്തെ ലൈനില് സ്റ്റോക്ക് 1,50,000 കൂടിയപ്പോ അതിന് ഈക്വലന്റ് ആയിട്ട് ഏത് കൂടി? ക്രെഡിറ്റേഴ്സ് 1,50,000 കൂടി. അപ്പൊ 2 ആസ്പെക്ട് ആയല്ലോ. അസറ്റ് കൂടി, അതിന് ഈക്വലന്റ് ആയിട്ട് എന്ത് കൂടിയിരിക്കുന്നു? ലയബിലിറ്റിയും കൂടിയിരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി അസറ്റ് ഓരോന്നോരോന്നായിട്ട് താഴത്തേക്ക് എടുത്തിരിക്കാം. അസറ്റ് എത്രയുള്ളത്? ഇപ്പോ ക്യാഷ് 3,75,000 രൂപ ക്യാഷ് ഉണ്ട്. പ്ലസ് സ്റ്റോക്ക് എത്രയുണ്ട്? ആദ്യം 1,20,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പ്ലസ് ഈ ട്രാൻസാക്ഷൻ പ്രകാരം എത്ര വാങ്ങി? 1,50,000 വാങ്ങിയെങ്കിൽ ടോട്ടൽ 2,75,000 രൂപയുടെ സ്റ്റോക്കായി. എങ്കിൽ ടോട്ടൽ അസറ്റ് ഒന്ന് കൂട്ടി നോക്കൂ. എത്രയായിട്ടുണ്ട്? 3,70,000 പ്ലസ് 2,70,000 എത്രയായിരിക്കും ഉണ്ടാവുക? 6,50,000 രൂപയുടെ അസറ്റ് ആയിരിക്കും നമ്മുടെ കയ്യിൽ. എങ്കിൽ ആ 6,50,000 തുല്യമായ ലയബിലിറ്റി ഉണ്ടോ നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ ഏതൊക്കെ ലയബിലിറ്റി ഉള്ളത്? ഇപ്പൊ ക്രെഡിറ്റേഴ്സ് എന്നുള്ള പുതിയൊരു ലയബിലിറ്റി വന്നു. എത്ര? 1,50,000 പ്ലസ് നമ്മുടെ ക്യാപിറ്റൽ അത് എത്ര തന്നെയാണ്? 5 ലക്ഷം തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പൊ നോക്കൂ, ടോട്ടൽ ലയബിലിറ്റി എത്ര ഉണ്ട്? ടോട്ടൽ അസറ്റ് 6,50,000 ആണ് പറഞ്ഞത്. അവിടെ ടോട്ടൽ ലയബിലിറ്റി എത്ര തന്നെയാണ്? 6,50,000. ഇപ്പൊ എത്ര ട്രാൻസാക്ഷൻ നമ്മൾ പരിഗണിച്ചു? 3 എണ്ണം. ആ 3 എണ്ണം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ അസറ്റ് 6,50,000 ആയിരുന്നു. അതിന് ഈക്വലന്റ് ആയിട്ട് എന്ത് സംഭവിച്ചിരിക്കുന്നു? ടോട്ടൽ ലയബിലിറ്റി 6,50,000 ആയിരിക്കും.
ഓക്കെ ആണല്ലോ. എങ്കിൽ നമുക്ക് അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. അടുത്തത് 4 ബോട്ട് ഫർണിച്ചർ. 4 ഈ ലൈനിന്റെ താഴെ 4 ബോട്ട് ഫർണിച്ചർ. ബോട്ട് ഫർണിച്ചർ എത്ര രൂപയ്ക്കാണ് ഫർണിച്ചർ വാങ്ങിയിരിക്കുന്നത്? 80,000 രൂപയ്ക്കാണ്. 80,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങി. എങ്ങനെ വാങ്ങിയത്? ക്യാഷ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. ഇവിടെ കൃത്യമായിട്ട് 80,000 രൂപയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞാൽ എന്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും? ക്യാഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അത് കടത്തിലാണെന്നോ അല്ലെങ്കിൽ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്നുള്ളതോ പരാമർശിക്കണം. ഇവിടെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ക്യാഷ് കൊടുത്തു 80,000 രൂപയ്ക്ക് ഫർണിച്ചർ വാങ്ങി. നമ്മൾ 2 ആസ്പെക്ട് എടുക്കാം. എന്ത് വന്നു എന്ത് പോയി നോക്കിയാൽ മതി. എന്താണ് വന്നത്? ഫർണിച്ചർ എന്നുള്ളൊരു പുതിയ അസറ്റ് വന്നു. പക്ഷെ അതിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? ക്യാഷ് കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇവിടെ ഈ ട്രാൻസാക്ഷൻ എന്താണ് സംഭവിച്ചത്? നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ടാവില്ലേ? നമ്മുടെ കയ്യിൽ എത്ര രൂപ ക്യാഷ് ഉള്ളൂ? 3,75,000 രൂപയാണ് ക്യാഷ് ഉള്ളത്. അതിൽ നിന്നാണ് നമ്മൾ എത്രായിരം രൂപ എണ്ണി കൊടുത്തത്? 80,000 രൂപ എണ്ണി കൊടുത്തതെങ്കിൽ ഇനി പിന്നെ 3,70,000 ഉണ്ടാവോ? ഇല്ലല്ലോ. അതിൽ നിന്ന് എത്ര കുറയ്ക്കണം? 80,000 രൂപ കുറയ്ക്കണം. നമുക്ക് കുറയ്ക്കാം. അപ്പോ ഈ ട്രാൻസാക്ഷന്റെ ഒരു അസറ്റ് കുറഞ്ഞു. ഒരു അസറ്റ് കുറഞ്ഞാൽ അസറ്റും ലയബിലിറ്റി തുല്യമാവണമെങ്കിൽ പിന്നെ എന്തെങ്കിലും മാർഗം? ഒന്നുകിൽ മറ്റൊരു അസറ്റ് കൂടണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലയബിലിറ്റി കുറയണം. ഒരു അസറ്റ് കുറയുമ്പോൾ തുല്യമായിട്ട് ഒരു ലയബിലിറ്റി കുറയുകയോ അല്ലെങ്കിൽ കുറഞ്ഞ അസറ്റിന് പകരം മറ്റൊരു അസറ്റ് കൂടുകയോ ചെയ്താൽ നമ്മുടെ എന്ത് ചെയ്യും? അസറ്റും ലയബിലിറ്റിയും തുല്യമായിട്ട് കിട്ടും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ക്യാഷ് എന്നുള്ള അസറ്റ് കുറഞ്ഞു, പക്ഷെ നമുക്ക് പുതിയൊരു അസറ്റ് കിട്ടി. ഏതാണ് പുതിയ അസറ്റ്? ഫർണിച്ചർ. ഇതിലില്ലാത്ത അസറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതി ചേർക്കാം. പുതിയൊരു അസറ്റ് കിട്ടി, ഫർണിച്ചർ. ആ ഫർണിച്ചറിന് താഴെ കൊണ്ടുപോയിട്ട് എത്ര രൂപയുടെ ഫർണിച്ചറാണ് കിട്ടിയത്? +80,000. ക്യാഷിൽ നിന്ന് 80,000 കുറഞ്ഞപ്പോ ഫർണിച്ചർ എന്നുള്ള അസറ്റ് എന്ത് ചെയ്യുകയാണ്? അവിടെ പുതുതായിട്ട് ഉണ്ടാവുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് എന്തില്ല? ട്രാൻസാക്ഷൻ ഇല്ല. അപ്പോ ഫർണിച്ചർ എന്നുള്ള പുതിയൊരു അസറ്റ് അവിടെ വരുന്നു. ഇത് യാതൊരു തരത്തിലുള്ള ലയബിലിറ്റിയെ ബാധിക്കുന്നില്ല. എങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ കഴിയുന്നതോടുകൂടി നമ്മുടെ ടോട്ടൽ അസറ്റ് ലയബിലിറ്റി കൂടിയിട്ട് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്യാം. ഒന്ന് നോക്കൂ. ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റി തുല്യമാണ്. എന്താണ് ഈ ട്രാൻസാക്ഷനിൽ സംഭവിച്ചത്? 80,000 രൂപ ക്യാഷ് കുറഞ്ഞു. എത്ര രൂപയായിരുന്നു ക്യാഷ് ഉണ്ടായിരുന്നത്? 3,75,000. എങ്കിൽ 3,75,000 കുറച്ച് നോക്കൂ. എത്ര ഉണ്ടായിരിക്കും? 2,95,000 ഉണ്ടായിരിക്കും. ശരിയല്ലേ? അപ്പോ ബാക്കി നമ്മുടെ കയ്യിൽ എത്രയുള്ളൂ? 2,95,000 രൂപ ക്യാഷ് ഉണ്ട്. സ്റ്റോക്കിൽ മാറ്റമൊന്നുമില്ല. അത് 2,70,000 തന്നെ. 2,70,000 പ്ലസ് ഇപ്പൊ നമുക്ക് പുതിയൊരു അസറ്റ് കിട്ടിയത് ഫർണിച്ചർ. നമുക്ക് ഇനി നോക്കാം ലയബിലിറ്റീസ് ആയിട്ടോ. ലയബിലിറ്റിയിലെ ഈ ട്രാൻസാക്ഷൻ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. എത്ര തന്നെയാണ്? ക്രെഡിറ്റേഴ്സ് ഇപ്പോഴും 1,50,000 രൂപ കൊടുക്കാറുണ്ട്. പ്ലസ് നമ്മുടെ ക്യാപിറ്റൽ എത്ര തന്നെയുണ്ട്? 5,00,000 രൂപ ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ നമുക്കൊന്ന് നോക്കാം ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റി എത്രയാണ്. ക്യാഷ് 2,95,000 പ്ലസ് സ്റ്റോക്ക് 2,75,000 കൂട്ടുമ്പോൾ എത്ര ഉണ്ടായിരിക്കും എന്ന് നോക്കൂ. 2,75,000 2,95,000 കൂട്ടുമ്പോൾ 5,70,000 ഉണ്ടായിരുന്നു. എത്ര ടോട്ടൽ വരിക? 5,70,000 പ്ലസ് 80,000. 5,70,000 പ്ലസ് 80,000 6,50,000. അപ്പൊ ഇപ്പോൾ ടോട്ടൽ അസറ്റ് എത്രയാണ് കിടക്കുന്നത്? 6,50,000. എങ്കിൽ ലയബിലിറ്റി നോക്കൂ. 1,50,000 ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ക്യാപിറ്റൽ 5,00,000 ഉണ്ട്. അവിടെയും എന്ത് തന്നെയാണ്? 6,50,000 രൂപ ലയബിലിറ്റി ഉണ്ട്. എങ്കിൽ ഈ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും നമ്മുടെ ടോട്ടൽ അസറ്റ് എന്ത് തന്നെയാണ്? ടോട്ടൽ ലയബിലിറ്റി തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമ്മൾ ഡ്യുവൽ ആസ്പെക്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ഓരോ ട്രാൻസാക്ഷന്റെയും 2 ആസ്പെക്ട്, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്രെഡിറ്റ് ആസ്പെക്റ്റും നമ്മൾ അക്കൗണ്ട് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഏത് അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ആവുന്നത്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ആയിട്ട് കിട്ടുന്നത്. എങ്കിൽ നമുക്ക് ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ഏതാണ് അടുത്തത്? 5ാമത്തെ പെയ്ഡ് റെന്റ്. അതാണ് നമ്മൾ പറഞ്ഞത്
ഇതിന്റെ താഴെ 5 പെയ്ഡ് റെന്റ് റുപ്പീസ്. എത്ര രൂപയാണ് റെന്റ് കൊടുത്തിരിക്കുന്നത്? നമ്മള് 6000 രൂപയാണ് നമ്മൾ റെന്റ് കൊടുത്തിരിക്കുന്നത്. 6000 രൂപ റെന്റ്. റെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാടക, ചെലവാണ്. ചെലവ് കൊടുത്തു, ചെലവ് കഴിഞ്ഞു, അത് കൊടുത്ത് തീർക്കുകയും ചെയ്തു. വാടക കൊടുത്തു. എത്ര രൂപ? 6000. നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവുക? ക്യാഷ് അല്ലേ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയില്ലേ? എങ്കിൽ ഇപ്പൊ എത്ര രൂപയുടെ ക്യാഷ് ഉള്ളത്? 2,95,000 ആണ് ക്യാഷ് ഉള്ളത്. ആ 2,95,000 നിന്ന് 6000 രൂപ ക്യാഷ് നമ്മൾ കൊടുത്തു. അത് അതിൽ നിന്ന് കുറച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുത്തത്? റെന്റ്, വാടകയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഉപയോഗിച്ച് തീരുകയും ചെയ്തു. നമുക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടിയോ? ഒന്നുമില്ല. ഇത് നമുക്ക് എന്താണ്? അസറ്റ് അല്ല, ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസ്. ഇതെന്താണ്? ഇതൊരു ചെലവാണ്, ബിസിനസ് നടത്താൻ വേണ്ടി വരുന്ന ചെലവ്. അപ്പൊ ഈ ചെലവ് നമുക്ക് ഒരു അസറ്റ് പോയി, തിരിച്ചൊരു അസറ്റ് കിട്ടുകയോ വേറെ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തിട്ടില്ല. ഉണ്ടോ? നമ്മൾ ആ ബിൽഡിംഗ് എന്തെങ്കിലും ഉപയോഗിച്ച് തീർന്നിട്ടുണ്ടായിരിക്കും. എങ്കിൽ ഇത് ചെലവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. വരവ് ചെലവ്. വരവും ചെലവും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്? ബിസിനസിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്നത്. ബിസിനസിന്റെ പ്രവർത്തനത്തിൽ വരവുണ്ടാകും, ചെലവുണ്ടാകും. വരവ് അധികവും ചെലവ് കുറവാണെങ്കിൽ നമ്മൾ അതിനെ ലാഭം എന്ന് പറയും. എന്നുവെച്ചാൽ റവന്യൂ കൂടുതലും എക്സ്പെൻസ് കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാകും. നേരെ മറിച്ച് ചെലവ് കൂടുതലും വരവ് കുറവാണെങ്കിലോ ലോസ് ആയിരിക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലാഭവും നഷ്ടവും ആർക്ക് കൊടുക്കാനുള്ളതാണ്? ഉടമസ്ഥന് കൊടുക്കാനുള്ളതാണ്. ഉടമസ്ഥന്റെ ക്യാപിറ്റലിലേക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പൊ ലാഭമാണെങ്കിൽ ക്യാപിറ്റൽ കൂട്ടി കൊടുക്കണം, നഷ്ടമാണെങ്കിൽ അത് എന്തിൽ നിന്ന് കുറയ്ക്കാനും തയ്യാറാണ്, അയാളുടെ ക്യാപിറ്റൽ കുറയ്ക്കാനും തയ്യാറാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇതൊരു ചെലവാണ്, അത് ചെലവായി പോയി. വേറെ വരവൊന്നുമില്ല. വരവുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്തിട്ട് ലാഭമാണോ നഷ്ടമാണോ നോക്കായിരുന്നു. ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഇത്രയും രൂപ നമുക്ക് എന്തായിട്ട് തൽക്കാലം ട്രീറ്റ് ചെയ്യാം? ആ ചെലവ് നമുക്ക് നഷ്ടമായിട്ട് ട്രീറ്റ് ചെയ്യാം. കാരണം വരുമാനമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇനി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൂട്ടി കൊടുക്കുകയും ചെയ്യാം. അപ്പൊ ഈ 6000 രൂപ ക്യാഷ് പോയി. അതിന് ഈക്വലന്റ് ആയിട്ട് അസറ്റുകളൊന്നും വന്നിട്ടില്ല. അത് നഷ്ടമാണ്, ചെലവാണ്. ആ ചെലവ് ആര് സഹിച്ചേ പറ്റൂ? ഉടമസ്ഥൻ സഹിച്ചേ പറ്റൂ എന്നതുകൊണ്ട് ആ തുക ആ ഉടമസ്ഥന്റെ ക്യാപിറ്റലിൽ നിന്നാണ് കുറയ്ക്കേണ്ടത്. കാര്യം വ്യക്തമാകുന്നുണ്ടോ? 6000 രൂപ നമ്മുടെ പൈസ ചെലവായിപ്പോയി, അത് നഷ്ടമാണ്. നഷ്ടമായത് എന്തുകൊണ്ടാണ്? വേറെ വരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ ആ വരവിൽ നിന്ന് ചെലവ് കുറയ്ക്കും. അപ്പൊ മിച്ചം കിട്ടുന്നതിന്റെ പ്രോഫിറ്റ് ആണെങ്കിൽ അത് കൂട്ടി കൊടുക്കും. അല്ല എന്നിട്ട് ലോസ് ആണെങ്കിൽ ലോസ് കുറയ്ക്കും. അപ്പൊ ഇപ്പൊ ഈ ഒരു ട്രാൻസാക്ഷനിൽ ഇത് മാത്രമേ ഉള്ളത് കൊണ്ട് അത് ക്യാഷ് പോയി, അത് ചെലവായി, അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നഷ്ടമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ക്യാഷിൽ നിന്ന് കുറയ്ക്കുന്നു, ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പോൾ ഒരു അസറ്റ് കുറഞ്ഞു, അതിന് തുല്യമായിട്ട് എന്തും കുറഞ്ഞു? ഒരു ലയബിലിറ്റി കുറഞ്ഞു. എങ്കിൽ നമുക്ക് ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി ശരിയാവുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോ ക്യാഷ് 6000 കുറഞ്ഞു, അതിന് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് എവിടെ നിന്ന് കുറയാണ്? ക്യാപിറ്റലിൽ നിന്ന് കുറയാണ്. അതിന്റെ ലോജിക്ക് മനസ്സിലായല്ലോ? റെന്റ് ആണ്. റെന്റ് പൈസ കൊടുത്തു കഴിഞ്ഞു, അതിന്റെ ബെനിഫിറ്റും കഴിഞ്ഞു, അതൊരു എക്സ്പെൻസ് ആണ്. എക്സ്പെൻസും ഇൻകം ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇൻകം കൂടുതലാണെങ്കിൽ അത് പ്രോഫിറ്റ് ആയിട്ട് എടുക്കണം, ഇൻകം കുറവാണെങ്കിൽ ലോസ് ആയിട്ട് എടുക്കണം. ഇവിടെ ഇൻകം ഒന്നുമില്ല, ഈ ഉള്ളത് മുഴുവൻ എന്ത് നമുക്ക് തൽക്കാലം ലോസ് ആവുന്നു. പ്രോഫിറ്റ് ആണെങ്കിൽ ക്യാപിറ്റലിനോട് കൂടി കൂട്ടണം, ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ റെന്റ് 6000 രൂപ കൊടുത്തത് ക്യാഷിൽ നിന്ന് കുറച്ചു, തുല്യമായിട്ട് അത് എവിടെ നിന്നും കുറയ്ക്കുകയാണ്? ക്യാപിറ്റലിൽ നിന്നും കുറയ്ക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി ഈ ട്രാൻസാക്ഷന് ശേഷമുള്ള ടോട്ടൽ അസറ്റ് എത്ര, ടോട്ടൽ ലയബിലിറ്റി എത്ര എന്ന് ഒന്ന് നോക്കാം. 2,95,000 നിന്ന് 6000 രൂപ കുറയ്ക്കുമ്പോൾ ബാക്കി എത്രയാണുള്ളത് എന്ന് നോക്കൂ. ബാക്കിയുള്ളത് 2,89,000 രൂപയാണ് ക്യാഷ്. 2,89,000 രൂപ പ്ലസ് നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്? 2,75,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ട്. അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പ്ലസ് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 80,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്. അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇനി ലയബിലിറ്റി സൈഡിൽ 1,50,000 രൂപയുടെ ക്രെഡിറ്റേഴ്സ് ഇപ്പോഴും കൊടുക്കാനുണ്ട്. പക്ഷെ ക്യാപിറ്റലോ 5 ലക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ആ 5 ലക്ഷത്തിൽ നിന്ന് ഇപ്പോ റെന്റ് കൊടുത്ത വകയിലുള്ള ചെലവ് 6000 രൂപ അത് കുറച്ചേ പറ്റൂ.
ബാക്കി 4,94,000 രൂപ ഉണ്ടായിരിക്കും. എത്ര ഉണ്ടായിരിക്കുക? 4,94,000. ഇനി നമുക്ക് അസറ്റ് ലയബിലിറ്റി കൂട്ടി നോക്കാം. ഇത് ശരിയാവുന്നുണ്ടോ ഒന്ന് നോക്കൂ. 80,000 പ്ലസ് 2,75,000 എന്ന് വെച്ചാൽ 3,55,000 പ്ലസ് 2,89,000 സമയം എത്ര ഉണ്ടായിരിക്കും? 6,44,000. ശരിയല്ലേ? 6,44,000 രൂപയായിരിക്കും ബാലൻസ് ഉണ്ടാവുക. ഒന്ന് കൂട്ടി നോക്കിക്കോ. ഇനി അവിടെ നോക്കിക്കോ. അവിടെ എത്രയുള്ളത്? അവിടെ 1,50,000 പ്ലസ് 4,94,000 എന്ന് പറഞ്ഞാൽ 6,44,000 രൂപയാണ് അവിടെ ബാലൻസ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഇപ്പോഴും എന്ത് തന്നെയായി? അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു എന്തായി? ടോട്ടൽ ലയബിലിറ്റി ആയി. കുട്ടികൾ എന്ത് ചെയ്യുക? കൂട്ടി നോക്കാൻ കറക്റ്റ് ഇങ്ങനെ ഡയറക്റ്റ് നിങ്ങൾക്ക് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ കാൽക്കുലേറ്റർ വെച്ച് നോക്കുക. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ടോട്ടൽ ചെയ്ത് നോക്കുക. അസറ്റ് ഈസ് ഈക്വൽ ടു എന്താവുന്നുണ്ടോ എന്നുള്ളത്, ലയബിലിറ്റി ആവുന്നുണ്ടോ എന്നുള്ളത്. നമ്മളിത് ടോട്ടൽ ചെയ്യും. എപ്പോൾ മാത്രം? ഏറ്റവും അവസാനത്തെ ട്രാൻസാക്ഷൻ കഴിയുമ്പോൾ അടിയിൽ നമ്മളത് ടോട്ടൽ ചെയ്ത് എഴുതും. ഇപ്പൊ നമ്മൾ എന്താ എഴുതിയത്? പെയ്ഡ് റെന്റ് അത് എഴുതി കഴിഞ്ഞു. ഇനി അടുത്തത് പെയ്ഡ് റെന്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തത് റിസീവ്ഡ് കമ്മീഷൻ. എന്തായിരുന്നു? റിസീവ്ഡ് കമ്മീഷൻ. റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ കിട്ടി. എത്ര രൂപയാണ്? 10,000 ആണ് കമ്മീഷൻ കിട്ടിയിരിക്കുന്നത്. ഇത് റെന്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. റെന്റ് എന്ന് പറഞ്ഞാൽ ചെലവാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കമ്മീഷൻ. അതിന് തൽക്കാലം ഞാൻ ആ കമ്മീഷൻ എന്നുള്ള വാക്കിനെ ഉപയോഗിക്കുന്നു. നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ് കമ്മീഷൻ. ആ കമ്മീഷൻ കിട്ടി. ഇറ്റ് ഈസ് ആൻ ഇൻകം. ബിസിനസ്സിന് 10,000 രൂപ കമ്മീഷൻ ഏതെങ്കിലും ഇടപാടിൽ കമ്മീഷൻ കിട്ടി എന്ന് പറഞ്ഞാൽ അത് ആ ബിസിനസിന്റെ എന്താണ്? വരവാണ്, ഇൻകമാണ്. ആ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോഫിറ്റ്. അതൊരു ലാഭമാണ്. എന്തായിട്ടായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക? ക്യാഷ് കിട്ടി. എത്ര രൂപയാണ് കിട്ടിയത്? 10,000 രൂപ ക്യാഷ് കിട്ടി. എങ്കിൽ എന്ത് സംഭവിച്ചു? നമ്മുടെ ക്യാഷ് കൂടിയില്ലേ? 10,000 രൂപ ക്യാഷ് കൂടി. കമ്മീഷൻ കിട്ടിയപ്പോൾ അത് എന്തായിട്ടാണ് കിട്ടിയത്? ക്യാഷ് ആയിട്ടാണ് കിട്ടിയത് 10,000. ഇനി ഒരു അസറ്റ് കൂടിയെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ട് ഒരു അസറ്റ് കുറയുകയോ അല്ലെങ്കിൽ മറ്റൊരു ലയബിലിറ്റി കൂടുകയോ വേണം, വേണ്ടേ? ഇവിടെ കമ്മീഷൻ ആണ് കിട്ടിയത്, ക്യാഷ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? ക്യാഷിനോട് കൂട്ടി എഴുതി. ഇത് പ്രോഫിറ്റ് അല്ലേ? പ്രോഫിറ്റ് ആണെങ്കിൽ അത് ആർക്ക് കൊടുക്കേണ്ടതാണ്? ഉടമസ്ഥന്. ലോസ് കുറച്ചത് ക്യാപിറ്റൽ എന്നാണെങ്കിൽ പ്രോഫിറ്റ് കിട്ടുമ്പോൾ അത് ആർക്ക് കൂട്ടി കൊടുക്കേണ്ടതാണ്? ഉടമസ്ഥന് കൂട്ടി കൊടുക്കേണ്ടതാണ്. എങ്കിൽ ഈ 10,000 രൂപ ആർക്ക് കൊടുക്കണം? ബിസിനസ് മാന് 10,000 രൂപ ആഡ് ചെയ്ത് കൊടുക്കണം ക്യാപിറ്റലിലേക്ക്. അപ്പൊ ഇവിടെ 10,000 കൂടി, കറസ്പോണ്ടിങ് 10,000 അവിടെയും കൂടി. അപ്പൊ ഇത് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ചെക്ക് ചെയ്യാം. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ശരിയാണോ എന്ന് നോക്കാം. ഇവിടെ എത്രയുള്ളത്? 2,89,000. അതിനോട് കൂടി 10,000 കൂട്ടുന്നതോട് കൂടി 2,99,000 രൂപയുടെ ക്യാഷ് കയ്യിലുണ്ട്. പ്ലസ് സ്റ്റോക്കിൽ മാറ്റം വന്നിട്ടില്ല. 2,75,000 രൂപ തന്നെ സ്റ്റോക്ക് ഉണ്ട്. പ്ലസ് എത്ര രൂപയുടെ ഫർണിച്ചർ ഉണ്ട്? 80,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്. ഇനി ക്രെഡിറ്റേഴ്സ് എത്ര തന്നെ കിടക്കുന്നു? 1,50,000 ക്രെഡിറ്റേഴ്സ് കിടക്കുന്നു. ക്യാപിറ്റൽ എത്രയാണ്? 4,94,000 ആണ് ഉണ്ടായിരുന്നത്. അതോടുകൂടി ഇപ്പൊ 10,000 വന്നപ്പോ 5,00,000 എത്രയായി? 5,04,000 രൂപയായിട്ട് മാറുകയാണ്. 5,04,000 5,04,000 രൂപ. എങ്കിൽ നമുക്ക് ഇത് കഴിയുമ്പോൾ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി എത്രയാണ്? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ശരിയാണോ എന്ന് നോക്കാം. ഈ സൈഡ് ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരുന്നത്? ലാസ്റ്റ് നമ്മൾ എത്ര പറഞ്ഞു നിർത്തിയത്? 6,44,000 അല്ലേ? അതിനോട് കൂടി എന്താ സംഭവിച്ചിട്ടുള്ളത് നോക്കാം. 80,000 പ്ലസ് 2,75,000. 80,000 പ്ലസ് 2,75,000 എത്ര പറഞ്ഞത്? 3,55,000 പ്ലസ് 2,99,000 എന്ന് വെച്ചാൽ എത്ര ഉണ്ടായിരിക്കും? 6,54,000 രൂപ അസറ്റ് ടോട്ടൽ ഉണ്ടായിരിക്കും.
അവിടെ 6,54,000 നോക്കൂ. അവിടെ 1,50,000 പ്ലസ് 5,04,000 സമം അവിടെയും 6,54,000. ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി. ഇനി നമുക്ക് എത്ര ട്രാൻസാക്ഷൻ എഴുതാനുണ്ട്? 2 ട്രാൻസാക്ഷൻ എഴുതാനുണ്ട്. അപ്പോൾ എനിക്കിനി താഴേക്ക് എഴുതിയാൽ എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്കത് വ്യക്തമാവില്ല. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. നിങ്ങൾ അതിന്റെ താഴത്തേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഞാൻ ബാക്കിയുള്ളതെല്ലാം വായിച്ചിട്ട് ആ സംഖ്യ ഇപ്പോ എന്റെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഉള്ള ക്യാഷ് 2,99,000. 2,99,000 പ്ലസ് സ്റ്റോക്ക് എത്രയുണ്ട്? 2,75,000 പ്ലസ് ഫർണിച്ചർ എത്രയുണ്ട്? 80,000. എന്റെ കയ്യിൽ ക്രെഡിറ്റേഴ്സ് എത്രയുണ്ട്? 1,50,000 പ്ലസ് ക്യാപിറ്റൽ എത്രയുണ്ട്? 5,04,000. ഇതാണ് ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ആ ഒരു അവസ്ഥയിൽ ബാക്കിയുള്ള ട്രാൻസാക്ഷൻ ഒക്കെ എന്ത് ചെയ്യാണ്? മായ്ക്കാണ്. എന്നാലും എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഇനി ഇതിന്റെ താഴേക്ക് എനിക്ക് എഴുതാൻ കഴിയുള്ളൂ. ഇതൊക്കെ ഞാൻ മായ്ക്കുന്നു. നമ്മൾ ലാസ്റ്റ് എഴുതിയത് ഏതായിരുന്നു? റിസീവ്ഡ് കമ്മീഷൻ അല്ലേ? ആ റിസീവ്ഡ് കമ്മീഷൻ കഴിയുമ്പോഴുള്ള അവസ്ഥ. അപ്പൊ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നതിനുള്ള അവസ്ഥ എന്ന് പറയുന്നത് ക്യാഷ് 2,99,000, സ്റ്റോക്ക് 2,75,000, ഫർണിച്ചർ 80,000, ആ സൈഡിൽ ക്രെഡിറ്റേഴ്സ് 1,50,000, ക്യാപിറ്റൽ 5,04,000. എങ്കിൽ നമുക്ക് ഇനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. നമ്മളിപ്പോ റിസീവ്ഡ് കമ്മീഷൻ ആണ് എഴുതിയത്. ഇനി ഏഴാമത്തെ ട്രാൻസാക്ഷൻ ആണ് നമുക്ക് എഴുതാനുള്ളത്. എന്താണ് ഏഴാമത്തെ ട്രാൻസാക്ഷൻ? ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് എത്ര രൂപയാണ്? റുപ്പീസ് 1 lakh. 1 lakh ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്. ഞാൻ ഈ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എമൗണ്ട് മുകളിലേക്ക് എഴുതാണ്. നിങ്ങളിത് നേരെ എഴുതാൻ തന്നെ ശ്രമിക്കും. 1,00,000 രൂപ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ക്രെഡിറ്റേഴ്സ് ഉണ്ടോ നോക്കൂ. ലയബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. എത്ര രൂപയുണ്ട്? 1,50,000 രൂപ നമുക്ക് പണം മാർഗം കൊടുക്കാനുണ്ട്. ഏത് വകയില? നമ്മൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ ഒന്ന് നോക്കി അറിയാം. 1,50,000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സാധനങ്ങൾ കടത്തിന് മേടിച്ചിട്ടുണ്ട്. ആ കടത്തിന് മേടിച്ച വകയിൽ 1,50,000 രൂപ കൊടുക്കാനുണ്ട്. ആ കൊടുക്കാനുള്ള ആൾക്ക് നമ്മളിപ്പോ എത്ര രൂപ കൊടുക്കാണ്? 1,00,000 രൂപ നമ്മൾ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷന്റെ 2 ആസ്പെക്ട് നോക്കിയപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? ക്യാഷ് ആണ് കൊടുക്കുന്നത്. കൊടുക്കല്ലേ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് എത്ര രൂപയുണ്ട്? 2,99,000 രൂപ ക്യാഷ് ഇട്ടുണ്ട്. എങ്കിൽ പിന്നെ കടം കൊടുത്തു തീർത്തൂടെ? പക്ഷെ എത്ര രൂപ കൊടുക്കണുള്ളൂ? 1,00,000 രൂപ. എങ്കിൽ നമുക്ക് കൊടുക്കാം മൈനസ് 1,00,000. അപ്പൊ ക്യാഷിൽ നിന്ന് 1,00,000 കുറയ്ക്കുന്നു. അപ്പൊ ഈ സൈഡിൽ അസറ്റ് 1,00,000 കുറഞ്ഞില്ലേ? എങ്കിൽ അസറ്റ് 1,00,000 കുറയുമ്പോൾ ഈക്വലന്റ് ആയിട്ട് എന്ത് കുറയണം? ഒന്നുകിൽ അപ്പുറത്തൊരു ലയബിലിറ്റി കുറയണം, അല്ലെങ്കിൽ ഇപ്പുറത്ത് മറ്റൊരു അസറ്റ് കൂടണം. ഇവിടെ എന്താ സംഭവിച്ചത് നോക്കാം. ആർക്കാ നമ്മൾ പണം കൊടുത്തത്? ക്രെഡിറ്റേഴ്സിനാണ്. അപ്പൊ ക്രെഡിറ്റേഴ്സ് എത്ര ഉണ്ടായിരുന്നത്? 1,50,000. ആ 1,50,000 രൂപ ക്രെഡിറ്റേഴ്സ് ഉള്ളവർക്ക് നമ്മൾ അതിലേക്ക് 1,00,000 രൂപ കൊടുത്താൽ അതോടുകൂടി നമ്മുടെ ബാധ്യതയും കുറയല്ലേ? എത്ര രൂപയുടെ ബാധ്യത കുറഞ്ഞു? 1,00,000 രൂപയുടെ ബാധ്യത കുറഞ്ഞു. ഇനി നമുക്ക് അവർക്ക് എത്ര കൊടുക്കേണ്ടതുള്ളൂ? ബാക്കി 50,000 രൂപ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് അതൊന്ന് അക്കൗണ്ട് ചെയ്യാം. ഇവിടെ 1,00,000 രൂപ ക്യാഷിൽ നിന്ന് കുറച്ചു. അത് ആർക്കാണ് കൊടുത്തത്? ഈ ക്രെഡിറ്റർക്ക് ആയതുകൊണ്ട് അയാൾക്ക് കൊടുക്കാനുള്ള സംഖ്യയും അവിടെ ബാക്കി കുറയ്ക്കുകയാണ്. അപ്പോ ഈ സംഖ്യകളൊന്നും മാറ്റമില്ല, എവിടെയും മാറ്റമില്ല. അപ്പൊ ഈ ട്രാൻസാക്ഷൻ കഴിയുന്നതോടുകൂടി നമ്മുടെ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി ശരിയാണോ എന്ന് നോക്കാം. നോക്കൂ, ക്യാഷ് 2,99,000 ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. നമ്മൾ ആ ലാസ്റ്റ് ട്രാൻസാക്ഷൻ ആ കമ്മീഷൻ റിസീവ്ഡ് വരെ നിർത്തിയപ്പോൾ 2,99,000 ഉണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ 1,00,000 ക്യാഷ് കൊടുത്താൽ പിന്നെ നമ്മുടെ കയ്യിൽ എത്രയുള്ളൂ? 1,99,000 ക്യാഷ് ഉണ്ടാവുള്ളൂ.
പ്ലസ് നമ്മുടെ സ്റ്റോക്ക് എത്ര രൂപയുണ്ട്? 2,75,000 രൂപ സ്റ്റോക്ക് ഉണ്ട്, അതിന് മാറ്റം വന്നിട്ടില്ല. പ്ലസ് എത്ര രൂപയുടെ ഫർണിച്ചർ ഉണ്ട്? 80,000 രൂപയുടെ ഫർണിച്ചർ ഉണ്ട്, അതിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് ഈക്വലന്റ് ആയിട്ട് ഇപ്പോ ഇവിടെ ലയബിലിറ്റി സൈഡിൽ എന്താ സംഭവിച്ചത്? 1,00,000. അപ്പൊ എത്രയാണ് കൊടുക്കാൻ ബാക്കിയുള്ളത്? 1,50,000 നമ്മൾ 1,00,000 രൂപ കൊടുത്തു, ബാക്കി എത്ര കൊടുക്കാനുണ്ട്? 50,000 രൂപ ഇനി കൊടുക്കാൻ ബാക്കിയുണ്ട്. നമ്മുടെ ക്യാപിറ്റൽ എങ്ങനെയാണ്? ക്യാപിറ്റൽ മാറുന്നില്ല. ഇപ്പോ വേണ്ട ക്യാപിറ്റൽ കിടക്കുന്നത് 5,04,000 രൂപയാണ്. അപ്പൊ നോക്കൂ എന്താ സംഭവിച്ചത്? ഈ ട്രാൻസാക്ഷൻ കഴിയുമ്പോ 1,00,000 രൂപ ക്യാഷ് കുറഞ്ഞു, അതോടുകൂടി 1,00,000 രൂപ എന്തും കുറഞ്ഞു? ക്രെഡിറ്റേഴ്സും കുറഞ്ഞു. അത് കുറയ്ക്കുമ്പോൾ പിന്നെ ബാക്കി ക്യാഷ് എത്രയാണ്? 2,99,000 നിന്ന് 1,00,000 രൂപ കൊടുത്ത ക്യാഷ് കുറയ്ക്കുമ്പോൾ ബാക്കി 1,99,000 ആയിട്ട് മാറുന്നു. 2,99,000 നിന്ന് 1,00,000 കുറയ്ക്കുമ്പോൾ ബാക്കി 1,99,000. നമ്മുടെ സ്റ്റോക്ക് നമ്മൾ യാതൊന്നും ചെയ്തിട്ടില്ല, സ്റ്റിൽ ആ 2,75,000 രൂപ സ്റ്റോക്ക് ഉണ്ട്. ഫർണിച്ചർ യാതൊരു മാറ്റമില്ല, 80,000 രൂപ തന്നെയുണ്ട്. ലയബിലിറ്റി സൈഡിൽ 1,50,000 രൂപയായിരുന്നു ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നത്, അതിലേക്ക് 1,00,000 കൊടുക്കുമ്പോൾ ബാക്കി എത്ര രൂപയായി? 50,000 രൂപയുടെ ക്രെഡിറ്റേഴ്സ്. പിന്നെ 5,04,000 രൂപയാണ് ക്യാപിറ്റൽ ഉള്ളത്. ആ ക്യാപിറ്റൽ സ്റ്റിൽ അതങ്ങനെ തന്നെയുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി എന്താണെന്ന് നോക്കാം. കൂട്ടി നോക്കാം നമുക്ക്. 80,000 പ്ലസ് 2,75,000 സമം 3,55,000 പ്ലസ് 1,99,000 സമം എത്രയുണ്ടായിരിക്കും? 5,54,000. ശരിയല്ലേ? 5,54,000 ടോട്ടൽ അസറ്റ്. എങ്കിൽ ടോട്ടൽ ലയബിലിറ്റി നോക്കൂ. 50,000 പ്ലസ് 5,04,000 സമം 5,54,000. അസറ്റ് എത്ര തന്നെയാണ്? 5,54,000. ലയബിലിറ്റി എത്ര തന്നെയാണ്? 5,54,000. സ്റ്റിൽ നമ്മുടെ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറുന്നു? ടോട്ടൽ ലയബിലിറ്റി ആയിട്ട് മാറുന്നു. പറഞ്ഞത് വ്യക്തമാണല്ലോ അല്ലേ? ഇതുവരെ ക്ലിയർ ആണല്ലോ? ശരി, ഇനി നമുക്ക് ഒരു ട്രാൻസാക്ഷൻ കൂടിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ലാസ്റ്റ് 8ാമത്തെ ട്രാൻസാക്ഷൻ. എന്താ 8ാമത്തെ ട്രാൻസാക്ഷൻ? സോൾഡ് ഗൂഡ്സ്. സോൾഡ് ഗൂഡ്സ് കോസ്റ്റിംഗ് റുപ്പീസ്. എത്ര കോസ്റ്റിംഗ് റുപ്പീസ്? 70,000. കോസ്റ്റിംഗ് റുപ്പീസ് 70,000. 70,000. For cash rupees 85,000. നോക്കിയപ്പോൾ ഇവിടെ രണ്ട് സംഖ്യ വരുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആവരുത്. 70,000 രൂപയുടെ സ്റ്റോക്ക് കയ്യിലുള്ളതിൽ 70,000 രൂപയുടെ സ്റ്റോക്ക് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 85,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്. അങ്ങനെയല്ലേ? ഏതൊരു ബിസിനസ്സും അങ്ങനെ തന്നെയല്ലേ? വാങ്ങിയ വിലയ്ക്കല്ലല്ലോ സാധനങ്ങൾ വിൽക്കുക, വാങ്ങിയ വിലയേക്കാൾ കൂട്ടിയിട്ടല്ലേ സാധനങ്ങൾ വിൽക്കുക, എങ്കിലല്ലേ ലാഭം ഉണ്ടാവുള്ളൂ. അതാണല്ലോ കച്ചവടം എന്ന് പറയുന്നത്. എങ്കിൽ നോക്കൂ, ഇവിടെ 70,000 രൂപയുടെ സ്റ്റോക്ക് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 85,000 രൂപയ്ക്ക്. അപ്പൊ നമ്മൾ എന്ത് മനസ്സിലാക്കണം? എത്ര രൂപ നമുക്ക് അധികം കിട്ടിയിട്ടുണ്ട്? ഇവിടെ ഇത് പ്രകാരം നമുക്ക് എത്ര രൂപ പെടുത്തുന്നത്? ഈ സ്റ്റേറ്റ്മെന്റിൽ എഴുതരുത്, ഞാൻ നിങ്ങൾക്ക് റഫായിട്ട് പറഞ്ഞു തരുന്നത് മാത്രം മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക. എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്? 75,000 രൂപയുടെ സാധനം 85,000 രൂപയ്ക്ക് വിറ്റാൽ എത്ര രൂപയുടെ വ്യത്യാസമുണ്ട്? 15,000 രൂപയുടെ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഈ 15,000 രൂപ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലാഭമാണ്. എങ്കിൽ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് അക്കൗണ്ട് ചെയ്യാൻ നോക്കാം. നമ്മൾക്ക് 70,000 രൂപയുടെ സ്റ്റോക്ക് പോയി, പകരം എന്ത് കിട്ടി? 85,000 രൂപ ക്യാഷ് കിട്ടി. അതല്ലേ ശരി? നമുക്ക് കിട്ടിയത് എന്താണ്? 85,000 രൂപ. എന്ത് കിട്ടി? ക്യാഷ് കിട്ടി. എങ്കിൽ നമുക്ക് ഇത് ക്യാഷിലൂടെ കൂട്ടിക്കൂടെ? പ്ലസ് 85,000 രൂപ. ക്യാഷ് എത്ര കിട്ടി? 85,000. അതിന് പകരം നമ്മൾ സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ സ്റ്റോക്ക് കൊടുത്ത എത്രായിരം രൂപയ്ക്കാണ്? എത്രായിരം രൂപയുടെയാണ്? 70,000. നമ്മുടെ കയ്യിൽ മൊത്തം ഇരിക്കുന്നത് 2,75,000 ആണ്. അതിലെ 70,000 രൂപയുടെ സ്റ്റോക്കാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ 85,000 രൂപ ക്യാഷ് കിട്ടി, പക്ഷെ എത്ര രൂപയുടെ സ്റ്റോക്കേ കൊടുത്തിട്ടുള്ളൂ? 70,000 രൂപയുടെ.
അപ്പൊ അസറ്റും ലയബിലിറ്റി ശരിയാവോ? ഡ്യുവൽ ആസ്പെക്ട് കറക്റ്റ് ആവോ? ഇല്ലല്ലോ. കാരണം ഇവിടെ 15,000 രൂപയുടെ വ്യത്യാസം വന്നില്ലേ? ഒരു അസറ്റ് 85,000 കൂടിയപ്പോ മറ്റൊരു അസറ്റ് എത്രയേ കുറഞ്ഞുള്ളൂ? 70,000 കുറഞ്ഞുള്ളൂ. എങ്കിൽ ഡിഫറൻസ് എത്രയുണ്ട്? 15,000. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ലാഭമല്ലേ? ഈ ട്രാൻസാക്ഷൻ നടക്കുന്നതോടുകൂടി ബിസിനസ്സിൽ ലാഭം കിട്ടല്ലേ? എത്രായിരം രൂപ ലാഭമാണ്? 15,000 രൂപ ഈ ട്രാൻസാക്ഷനിൽ ലാഭമാണ്. എങ്കിൽ ഈ ലാഭം ആർക്ക് കൊടുക്കേണ്ടതാണ്? ആർക്കാണ് കൊടുക്കേണ്ടത്? ഉടമസ്ഥന് കൊടുക്കേണ്ടതാണ്. എങ്കിൽ നമ്മൾ ആ 15,000 രൂപ ആർക്ക് കൂട്ടി കൊടുക്കുന്നു? ഉടമസ്ഥന് കൊടുക്കുന്നു 15,000. ഇപ്പൊ ശരിയാണെന്നുള്ള 85,000 രൂപ ഒരു അസറ്റ് കൂടി, അതിന് ഈക്വലന്റ് ആയിട്ട് 70,000 ഒരു അസറ്റ് കുറഞ്ഞു. മൊത്തം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 15,000 രൂപയുടെ അസറ്റിന്റെ വർധനമുണ്ട്. ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. അതിന് ഈക്വലന്റ് ആയിട്ട് എന്തും വർധനമുണ്ട്. ആ 15,000 രൂപ ക്യാപിറ്റലിനോട് കൂട്ടുമ്പോൾ അവിടെ ലയബിലിറ്റിയിലും ആ വർധനം ഉണ്ടാകുന്നു. അപ്പൊ വീണ്ടും എന്തായിട്ടുണ്ടായിരിക്കും? നമ്മുടെ ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി ആയിട്ടുണ്ടായിരിക്കും. ഇതോടുകൂടി നമ്മുടെ ട്രാൻസാക്ഷൻ നിർത്തുകയാണ്. അങ്ങനെ എത്ര വേണേലും നമുക്ക് എഴുതി താഴേക്ക് പോകാം. ഇപ്പൊ 7 ട്രാൻസാക്ഷൻ ആണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എക്സാമിനേഷന് വെറും 4 ട്രാൻസാക്ഷനെ ചോദിക്കുള്ളൂ. ആ ചോദിക്കാവുന്നതിന്റെ എല്ലാ മാതൃകയിലുള്ളതും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി അതിലെ എക്സസൈസുകൾ ഇത് വെച്ച് മനസ്സിലാക്കി സ്വയം ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ടോട്ടൽ അസറ്റ് ലയബിലിറ്റി എന്ത് ചെയ്യാം? ഒന്ന് എഴുതാം, എന്നിട്ട് ടോട്ടൽ ചെയ്യാം. ഇത് കഴിയുന്നതോടുകൂടി ക്യാഷ് എന്ത് സംഭവിച്ചു നോക്കാം. 1,99,000 നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നത്. അതിലൂടെ 85,000 കൂടി എന്ന് പറയുമ്പോൾ എത്ര കൂടിയിട്ടുണ്ടായിരിക്കും? 99 കൂടി 5 കൂടുമ്പോൾ 4, 9 9 18, 2,84,000. ശരിയല്ലേ? നമ്മുടെ ക്യാഷ് എത്രയായിട്ട് മാറിയിട്ടായിരിക്കും? 2,84,000 ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. പ്ലസ് നമ്മുടെ സ്റ്റോക്ക് നോക്കാം. 2,70,000 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എത്ര രൂപയുടെ സ്റ്റോക്ക് വിറ്റു? 70,000 രൂപയുടെ സ്റ്റോക്ക് വിറ്റാൽ ബാക്കി നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ? 2,05,000 രൂപയുടെ സ്റ്റോക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. 70,000 രൂപയുടെ സ്റ്റോക്ക് അതിൽ നിന്ന് കുറഞ്ഞു. പ്ലസ് ഫർണിച്ചറിന് മാറ്റമൊന്നും വന്നിട്ടില്ല. എത്ര രൂപയുടെയാണ്? 80,000 രൂപയുടെ ഫർണിച്ചർ. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള അസറ്റ് ഇപ്പോൾ ഉള്ളത്. ഇനി ലയബിലിറ്റിയിലേക്ക് നോക്കാം. നമ്മുടെ ബാധ്യത ക്രെഡിറ്റേഴ്സ് ഇനി എത്ര രൂപ കൊടുക്കാനുള്ളൂ? 50,000 രൂപയുടെ 1,00,000 കൊടുത്ത് തീർത്ത് കഴിഞ്ഞതാണ്. പ്ലസ് നമ്മുടെ ക്യാപിറ്റൽ ഇപ്പൊ എന്ത് സംഭവിച്ചു? 5,04,000 ആയിരുന്നു ഉണ്ടായിരുന്നത്. അതോടുകൂടി എത്ര കൂടി? 15,000 കൂടി. എങ്കിൽ എത്രയായിട്ടുണ്ടായിരുന്നു? ഇപ്പോ 5,19,000 ആയിട്ട് എന്ത് കൂടി? ക്യാപിറ്റൽ കൂടി. ഇനി നമുക്ക് ടോട്ടൽ അസറ്റ് ലയബിലിറ്റി ഒന്ന് കൂട്ടി നോക്കാം. എത്രയാണ് ഇതിന്റെ ടോട്ടൽ എന്നുള്ളത് ഒന്ന് നോക്കാം. 80,000 പ്ലസ് 2,05,000 എന്ന് പറഞ്ഞാൽ 2,85,000. ശരിയല്ലേ? 2,85,000 പ്ലസ് 2,84,000. അപ്പൊ 2,85,000 2,84,000 കൂട്ടുമ്പോൾ എത്ര ഉണ്ടായിരിക്കും? 4,00,000 പ്ലസ് 85 പ്ലസ് 84 എന്ന് പറയുമ്പോൾ 1,69,000. 5,69,000 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. 5,69,000 ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, നിങ്ങൾക്ക് കൂട്ടി നോക്കാം. 2,84,000 പ്ലസ് 2,05,000 പ്ലസ് 80,000 സമം 5,69,000 രൂപയുടെ ടോട്ടൽ അസറ്റ്. ഇനി ടോട്ടൽ ലയബിലിറ്റി എത്ര നോക്കൂ? 50,000 പ്ലസ് 5,19,000 സമം 5,69,000. ശരിയല്ലേ? ടോട്ടൽ അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ലയബിലിറ്റി. ഓക്കേ അല്ലേ? ഓക്കേ അല്ലേ? ഓക്കേ. ഇതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ. 5,69,000 രൂപ ടോട്ടൽ അസറ്റ് ഉണ്ട്. 5,69,000 എന്തുണ്ട്? ടോട്ടൽ ലയബിലിറ്റി ഉണ്ട്. എന്തായാലും നമ്മുടെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ആ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാണ്? ഒന്നുകൂടി ഇവിടെ എഴുതുകയാണ്. ഞാൻ അതിന്റെ ചെറിയൊരു മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ മാറ്റം നിങ്ങൾ ഒന്ന് ഓർമ്മിച്ച് വെക്കണം. നമ്മുടെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആയിരുന്നു.
ഓർമ്മയുണ്ടല്ലോ അല്ലേ? പിന്നെ നമ്മൾ അതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്തു ഓർ എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നത്? അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പ്രോഫിറ്റ് ലാഭം. ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുക. എന്തിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കുമ്പോഴാണ് എന്തുണ്ടാവുക? ലയബിലിറ്റി പ്രോഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. പ്രോഫിറ്റ് സമം ഇൻകം മൈനസ് എക്സ്പെൻസ്. വരവിൽ നിന്ന് ചെലവ് കുറയ്ക്കുമ്പോഴല്ലേ ലാഭം എന്ന് പറയുന്നത്. വരവിൽ നിന്ന് ചെലവ് കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ്. എങ്കിൽ ഈ ഇക്വേഷനെ ഞാൻ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ശ്രദ്ധിക്കാം, ഈ ഇക്വേഷനെ പ്രോഫിറ്റ് എന്നുള്ളതിലേക്ക് ഞാൻ അതിന് കൊണ്ടുവരികയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരിക്കും? വീണ്ടും ഞാൻ എഴുതുന്ന ഈ ഇക്വേഷൻ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ പ്ലസ് ഇൻകം മൈനസ് എക്സ്പെൻസ്. ഇത് ഒന്ന് പഠിച്ചു വെക്കാം. നോക്കൂ, അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. ക്യാപിറ്റലിനോട് കൂടി നമ്മൾ ഇൻകം കൂട്ടി, എക്സ്പെൻസ് കുറച്ചു. ശരിയല്ലേ? അപ്പൊ ഞാൻ ആ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യുന്നു? അതുകൂടി കൊണ്ടുവരിക ചെയ്തത്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ പ്ലസ് ഇൻകം മൈനസ് എക്സ്പെൻസ് എന്നാക്കി വെക്കുന്നു. ഈ ഇക്വേഷൻ നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. കാരണം നമുക്ക് ഇനി റെക്കോർഡിംഗ് ജേർണലൈസിംഗ് പഠിക്കുമ്പോൾ റൂൾസ് ഫോർ ഡെബിറ്റ് ക്രെഡിറ്റ്. അപ്പൊ ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താന്ന് അപ്പൊ പറഞ്ഞുതരാം. ആ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന്റെ റൂൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് 5 എണ്ണത്തിന്റെ റൂളാണ് പഠിക്കാനുള്ളത്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്. ഇത്രയും പേരിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ആ അക്കൗണ്ടിങ്ങിന്റെ റൂൾ പഠിക്കുക. അപ്പൊ ആ റൂൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ലാസ്റ്റ് കൂടി കൺക്ലൂഡ് ചെയ്യുന്നു. ഇത്രയും പറയുന്ന കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്തായിട്ട് മാറാണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ പ്ലസ് ഇൻകം മൈനസ് എക്സ്പെൻസ്. ഈ എക്സ്പാൻഡഡ് ഇക്വേഷൻ ആണ് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അത്യാവശ്യമായിട്ടുള്ളത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇതല്ല. ഇത് ജസ്റ്റ് എന്ത് മാത്രമാണ്? നിങ്ങൾക്ക് ഞാൻ അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള അക്കൗണ്ടിങ് ഇക്വേഷൻ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയത്. ഈ സ്റ്റേറ്റ്മെന്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 4 മാർക്കിന് നിങ്ങൾ പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, സമ്മറൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ റെക്കോർഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ക്ലാസിഫൈങ്, സമ്മറൈസിങ്, ഇതിലേക്ക് നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് അതെന്താണെന്നും അതിന്റെ നിയമങ്ങൾ എന്താണെന്നും പഠിക്കണം. റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. ആ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് എന്തിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും? ഈ എക്സ്പാൻഡഡ് ഇക്വേഷൻ ആയിട്ടുള്ള അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ പ്ലസ് ഇൻകം മൈനസ് എക്സ്പെൻസ് എന്നുള്ള ആ എക്സ്പാൻഡഡ് ഇക്വേഷൻ ആണ് ഉപയോഗപ്പെടുത്തുക. കാരണം ഈ 5 ഐറ്റം അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, എക്സ്പെൻസ്, ഈ 5 എണ്ണത്തിന്റെ രൂപത്തിൽ ഈ 5 ഐറ്റം ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് റൂൾ ഫോർ ഡെബിറ്റ് ക്രെഡിറ്റ്. എങ്കിൽ അസറ്റ് കൂടിയാൽ എന്ത്, കുറഞ്ഞാൽ എന്ത് എന്നുള്ള രൂപത്തിലുള്ള ഡെബിറ്റ് ക്രെഡിറ്റിന്റെ റൂൾസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രോബ്ലത്തിന്റെ താഴെ ഇതേപോലെ 4 ഐറ്റം അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള ബേസ് ഇക്വേഷൻ പിന്നെ ചെയ്ത് പ്രൂവ് ചെയ്ത് വന്നപ്പോൾ വീണ്ടും നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാൻ കഴിഞ്ഞു. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ പ്ലസ് പ്രോഫിറ്റ് എന്ന് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ കഴിഞ്ഞു. ഈ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം മൈനസ് എക്സ്പെൻസ് ആണ്. വരവിൽ നിന്ന് ചിലവ് കുറയ്ക്കുന്നതാണ് ലാഭം. അപ്പൊ ഈ പ്രോഫിറ്റ് എന്ന് ഞാൻ എന്ത് ചെയ്യണം? അത് മാറ്റിയിട്ട് അവിടെ എന്ത് ചേർക്കാണ്? ഇൻകം മൈനസ് എക്സ്പെൻസ് എന്ന് ചേർക്കാണ്. അങ്ങനെ ചേർക്കുമ്പോൾ ഇക്വേഷൻ കൂടി വലുതാവുന്നത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ പ്ലസ് ഇൻകം മൈനസ് എക്സ്പെൻസ് എന്നുള്ള എക്സ്പാൻഡഡ് ഇക്വേഷനിലേക്ക് വരാണ്. ഈ ഇക്വേഷൻ ആണെങ്കിൽ നമ്മുടെ എന്ത് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനിൽ നിങ്ങൾക്ക് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. ഈ പ്രോബ്ലം കൃത്യമായിട്ട് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുള്ളത് നിങ്ങൾ ഗ്രൂപ്പ് വഴി ചർച്ച ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.
ഇത് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം ടെക്സ്റ്റിലുള്ള ഇതേ സമാനമായ രൂപത്തിലുള്ള എക്സസൈസുകൾ നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.